Praise the Lord. Hallelujah. സ്തോത്രം യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടി യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങേയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. നോർത്ത് ഇന്ത്യ കർത്താവിന്റെ സുവിശേഷം അറിയട്ടെ. അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോട്ടെ. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से आज की यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूं और मैं आपसे रिक्वेस्ट करना चाहता हूं कि आप मिनिस्ट्री के लिए, हमारी सेवकाई के लिए, परिवार के लिए, नॉर्थ इंडिया में जो परमेश्वर का कार्य तेजी से फैल रहा है उसके लिए आप अपने परिवार के सहित निरंतर आप प्रार्थना करते रहिए. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:30 ഹാർവസ്റ്റ് ടി വി കൂടെ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ കർത്താവിന്റെ വർക്കുകൾക്ക് വേണ്ടി പാർട്ണർഷിപ്പ് ചെയ്യാൻ, എന്തെങ്കിലും നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് കുറെ അറിയാൻ വേണ്ടിയുള്ള നമ്പറുകളാണ്. ഈ നമ്പറുകൾ ഞാനായിരിക്കും പേഴ്സണലി അറ്റൻഡ് ചെയ്യുന്നത്. 9711876717 അതിൽ കോൺടാക്ട് ചെയ്യുക. കർത്താവ് അങ്ങേ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. और आपके पास कोई प्रार्थना विषय है जो नीचे दिया गया नंबर है 9711876717 पे आप कॉल कर सकते हैं और मैं पर्सनली आपके लिए प्रार्थना करूंगा. सो इस एपिसोड के बाद आप कॉल कर सकते हैं और आपके लिए प्रार्थना की जाएगी. ഹല്ലേലൂയ. അതുപോലെ നോർത്ത് ഈ സമയം ഇലക്ഷൻ നടക്കുന്ന, നിങ്ങളിത് കാണുന്ന സമയത്ത് ലോക്സഭ ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 മാസക്കാലം എടുത്ത ഇലക്ഷന്റെ സമയമാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിക്കുന്ന ഭരണാധികാരികൾ മാത്രം സെൻട്രലിൽ വരാനും ദേശത്തിനെ ഭരിക്കാനും വേണ്ടി കർത്താവിന്റെ യോജന അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദേശത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. और जैसे आप जानते हैं कि नॉर्थ इंडिया में इस टाइम पे इलेक्शन का समय चल रहा है, एक आध महीने में इलेक्शन होगा, तो आपने प्रार्थना करना है कि परमेश्वर की ओर से दिया गया सरकार आए जो प्रभु के लोगों के लिए कार्य करे. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും ഞാൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മൾ ന്യൂസ് ഏതെങ്കിലും ഒരു പാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തു, ചർച്ചിനെ അറ്റാക്ക് ചെയ്തു, സഭയുടെ ഇടയിൽ കയറി ആരാധന വിരോധികൾ മുടക്കിയെന്ന് പലപ്പോഴും കേൾക്കുക. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് വിട്ട് കളിക്കുന്നതിനല്ലാതെ പ്രാർത്ഥിക്കണം. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ അറിയുന്ന ഒരു കാര്യം ഞാൻ അങ്ങയോടും കുടുംബത്തോടും പറയുന്നത്, നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിൽ വന്ന് ചെയ്യുന്ന പാസ്റ്റർമാരാണ്. പക്ഷെ പല പാസ്റ്റർമാരും പേടി കാരണവും വിരോധങ്ങൾ കാരണവും സഭകൾ നടത്താൻ പറ്റാത്തത് കാരണവും ഇവിടുന്ന് വിട്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടും തെലങ്കാനയിലോട്ടും ഒക്കെ അവർ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിഭാസം തുടങ്ങിക്കൊണ്ടിരുന്നാൽ കർത്താവിന്റെ വചനം നമ്മളോട് യേശു കർത്താവ് പറഞ്ഞത്, ഗോ ആൻഡ് ഷെയർ ദ ഗോസ്പൽ ടു ഓൾ ദ ക്രിയേഷൻ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുക. ആ വർക്ക് നടക്കത്തില്ല. സോ അതിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, ചർച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്തും സഭ വളരാൻ വേണ്ടി നമുക്ക് ബുദ്ധിയും ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. ദൈവം നമുക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്. പല ചർച്ചുകളും 99% ചർച്ചുകൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. എന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്നതും വാടക കെട്ടിടത്തിലാണ്. കഴിഞ്ഞ 2022 27 നവംബറിൽ ഞങ്ങളുടെ ചർച്ചിനെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് അവിടുന്ന് ചർച്ച് എടുത്തുകൊണ്ട് 1.5 മാസത്തിനുള്ളിൽ ലാൻഡ് ലോഡിന്റെ നമ്മുടെ സ്ഥലം ഇരിക്കുന്ന ഓണറിന്റെ മേളിൽ പ്രഷറായി അവിടുന്ന് നമുക്ക് സഭയെടുത്ത് വേറെടുത്തുകൊണ്ട് വരേണ്ടി വന്നു. ആ കാര്യങ്ങൾ കാരണം ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം മേടിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 1/2 ഏക്കർ 45 സെന്റിനടുത്ത് സ്ഥലത്തിന് 2 കോടി രൂപയുടെ അഡ്വാൻസ് കൊടുത്തു. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ഇതിനെ ഓപ്പോസിഷന്, ഈ നമുക്ക് അറ്റാക്കുകൾ വരുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ എതിർക്കാനുള്ള ഒരു ബുദ്ധിപരമായ ഒരു വർക്ക് എന്ന് വെച്ചാൽ സ്വന്തം സ്ഥലം വേണം ചർച്ചിന്. അന്നേരം നമ്മളെ ആർക്കും ഇവിടെ ഇറക്കി വിടാൻ പറ്റത്തില്ല. പ്രശ്നങ്ങൾ വന്നാലും അത് കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങനെ ഒതുങ്ങിപ്പോക്കുള്ളൂ. സോ അങ്ങേയും കുടുംബവും നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ പറഞ്ഞിരിക്കുന്ന ആ കമാൻഡിൽ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്ക്വയർ യാർഡിന് അപ്രോക്സിമറ്റ്ലി 10,000 രൂപയാണ്. ഒരു സെന്റിന് 40,000-45,000 രൂപയ്ക്ക് അടുത്ത് വരും. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 5,000, 10,000, 50,000, 5 ലക്ഷമോ കേട്ടുകൊണ്ടിരിക്കുന്ന വയസ്സായവരുണ്ട്, മധ്യവയസ്കരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന ഒരു സുവർണ അവസരത്തിനെ ഉപയോഗപ്പെടുത്തി എൻ്റെ രതിയുടെ ഞങ്ങളുടെ ഈ ചർച്ചിൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് പറ്റുന്ന ആ സ്ഥലം മേടിക്കാം. വളരെ പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ഒരു സുന്ദരമായ ഒരു മന്ദിരം അവിടെ വരട്ടെ. അതിനുവേണ്ടി നമുക്ക് വർക്കുകൾ ചെയ്യാം. जैसे आप जानते हैं कि नॉर्थ इंडिया में जो सेवकाई चल रही है उसमें से बहुत ही बड़ा जो अमाउंट है, जो पासवान जो सेवकाई कर रहे हैं वो साउथ इंडियंस यहाँ पे सेवकाई कर रहे हैं. और मैंने अभी पिछले कुछ महीनों में एक चीज़ को देखा, क्योंकि सताव जब भी आता है वो पासवान अपने कलीसिया को छोड़ के अपने अपने स्थानों में वापस जा रहे हैं. कोई केरला जा रहा है, कोई तमिलनाडु जा रहा है, कोई किस जगह से आ रहा है वो वापस जा रहा है. क्यों? इसका कारण क्या है? कलीसिया जो है अपनी जगह में नहीं है, वो रेंट की जगह में होता है. सो जब सताव आता है पासवान के ऊपर, कलीसिया के ऊपर, जो मकान मालिक होता है वो प्रेशर डालता है कि आप कलीसिया को यहाँ से खाली करो. सो
उनके पास कोई ऑप्शन नहीं होता, वो अपने घर में वापस जाते हैं और बोलते हैं कि हम अपनी जगह में जाके वापस सेवकाई करेंगे। बट मैं सोचता हूँ कि अगर ऐसा ही होता रहा, परमेश्वर ने बोला कि तुम जाओ और सुसमाचार को फैलाओ राज्य राज्य में, देशों देशों में। सो परमेश्वर के लोग जो है अगर नॉर्थ इंडिया से जाके कहीं और जाएंगे तो नॉर्थ इंडिया के लोगों के लिए जो सुसमाचार को फैलाना है या नॉर्थ इंडिया में जो बेदारी आना है वो उनके हाथों से नहीं हो पाएगा। इसलिए आप जानते हैं कि पिछले 2 साल पहले हमारे कलीसिया के ऊपर भी अटैक हुआ था और उस टाइम हमारे ऊपर भी जो मकान मालिक था उसने प्रेशराइज किया, क्योंकि हम भी एक रेंट की जगह में बैठे थे और मकान मालिक ने जब प्रेशराइज किया उसने बोला कि ये जगह खाली करना है और 1-1.5 महीने में हमें पूरा जो जगह था वो खाली करना पड़ा, नया लैंड अरेंज करना पड़ा रेंट के ऊपर, उसके ऊपर उसको बनाना पड़ा। सो बहुत सारी चीज़ें 1-1.5 महीने के अंदर हुआ और उसी टाइम हम दोनों ने मिलकर एक चीज़ ठान लिया कि कलीसिया का अपना जगह होना बहुत ही ज़रूरी है, क्योंकि अगर सताव भी आता है, लैंड अपना होगा तो वो लोग कुछ नहीं कर पाते, बट अगर रेंट में अगर जगह होती है तो लैंडलॉर्ड का प्रेशर आता है और खाली करना पड़ता है, चर्च मूव आउट करना पड़ता है। सो हमने ठाना कि हम चर्च के लिए एक अपना ज़मीन लेंगे ताकि उस प्रेशर को हम ओवरकम कर पाए। और जैसे आप जानते हैं पिछले कुछ एपिसोड्स में आपने देखा होगा, सुना होगा, वीडियोस को देखा होगा, कलीसिया ने अपना एक जगह लेने का निर्णय किया है जो 2000 गज के करीब है। और मैं आपसे अनुरोध करता हूँ कि आपके मन से पवित्र आत्मा जो अमाउंट दे रहा है, 1 गज का अमाउंट है 10,000 रुपये। सो आपके जीवन से जो भी परमेश्वर इस टाइम बात कर रहा है, आप 1 गज के लिए बोल सकते हैं, 5 गज के लिए बोल सकते हैं, आप 20,000 बोल सकते हैं, आप लाख बोल सकते हैं, आप 5 लाख बोल सकते हैं, आप करोड़ों की भी बोल सकते हैं। आप बोझ के साथ बोलिए और बोलिए परमेश्वर जब फरीदाबाद में इस क्षेत्र में जब बेदारी आएगा परमेश्वर आपको भी याद रखेगा। ഹല്ലേലൂയ. കാരണം അത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അമ്പലങ്ങള് വാടക കെട്ടിടത്തിലല്ല, ഗുരുദ്വാരകളൊന്നും വാടക കെട്ടിടത്തിലല്ല, പള്ളികള് മുസ്ലിം പള്ളികളൊന്നും വാടക കെട്ടിടത്തിലല്ല. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു റിലീജിയസ് സ്ഥാപനം ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ചർച്ചുകളാണ്. അത് നമ്മുടെയാണ് യഥാർത്ഥ ദൈവം, നമ്മുടെയാണ് കർത്താവ് തമ്പുരാൻ, നമ്മുടെയാണ് ദൈവം വിളിച്ചാൽ വിളിയേൽക്കുന്ന ദൈവം. സോ നമ്മുടെ തെറ്റാണ്, അത് നമ്മുടെ ദൈവത്തിന്റെ തെറ്റല്ല. നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കാത്തതിന്റെ, ചർച്ച ആ സ്റ്റെപ്പ് എടുക്കാത്തതിന്റെ, നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്തം സ്വന്തം തലയിൽ ഏറ്റെടുക്കാത്തതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ മലയാളികൾ എല്ലായിടവും വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകത്തിലെ സുന്ദരമായ വീടുകൾ എല്ലാ ദേശങ്ങളിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ സുന്ദരമായ ഒരു സഭ ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു അങ്കിളോ ആൻറ്റി ആയിരിക്കാം. ചെറുപ്പകാലങ്ങളിൽ കർത്താവിൻ്റെ വേലകൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയിട്ടില്ല, മധ്യവയസ്ക സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൻറ്റിമാരോടും അങ്കിൾമാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചിലപ്പം ചില ഒരു ചെറുപ്പക്കാരന് 10,000 കുറച്ച് ലക്ഷങ്ങളെ കൊടുക്കാൻ പറ്റത്തുള്ളായിരിക്കും, പക്ഷെ നിങ്ങൾ കോടികൾ വിതയ്ക്കാൻ പറ്റും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്. തമ്പുരാൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹം ചോദിക്കും, എന്തൊക്കെ ചെയ്തു ഈ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ട്, എൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. കാരണം ലാസ്റ്റ് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാറ്റർ ആകുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്, ഭൂമിയിലേക്ക് കർത്താവ് നമ്മളെ അയച്ച ഈ ദൈവരാജ്യത്തിൻ്റെ വർക്കിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മാറ്ററാണ്. സോ അത് നിങ്ങളും കുടുംബവും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് പോവാം. और जैसे आप जानते हैं, जब आप देखते हैं कि जो मंदिर होते हैं वो किराए की जगह में नहीं होते, हम नॉर्थ इंडिया में देखते हैं जो गुरुद्वारे होते हैं वो अपनी जगह में होते हैं, वो रेंट की जगह में नहीं होते, और बहुत सारे ऐसे रिलीजियस जगह हम देखते हैं वो सब अपनी जगह में होते हैं। बट चर्च की बात आती है तो बहुत सारे कलीसिया आज भी, चर्च आज भी अपने रेंट की जगह में है, अपनी जगह उनके पास नहीं है। जबकि हम देखें तो सच्चा परमेश्वर, जीवित परमेश्वर हमारा है, और उस जीवित परमेश्वर की जब हम आराधना करते हैं तो हमें क्यों कलीसिया रेंट की जगह में रखना चाहिए? हमें परमेश्वर से बोला परमेश्वर हमें भी अपनी जगह देना है। सो इस टाइम आप जो देख रहे हैं, आप अंकल आंटी बैठ के देख रहे होंगे, आपने अपना पूरा जीवन जो है प्रभु के हाथों में दे दिया है। परमेश्वर आपसे बात कर रहा होगा इस टाइम बोने के लिए। सो आपने भी बढ़ चढ़ के बोना है परमेश्वर के राज्य के लिए, और परमेश्वर आपके परिवार को, आपके पूरे जनरेशंस को, पीढ़ियों को याद रखेगा इस द्वारा। ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാനൊരു വചനം, സ്പെഷ്യലായിട്ട് ഒരു വചനം, കർത്താവിൻ്റെ ദൈവവചനം ഞാൻ അങ്ങയുടെ കുടുംബത്തോടും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സ്പെൻഡിങ് ക്വയറ്റ് ടൈം വിത്ത് ദ ലോർഡ്. കർത്താവിൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട്, ശബ്ദങ്ങളിൽ നിന്നും മാറി, വീട് റെസ്പോൺസുകളിൽ നിന്നും മാറി, മൊബൈൽ ദൂരെ വെച്ച്, TV ദൂരെ വെച്ച്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ദൂരെ വെച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുന്നത് എത്ര ഇമ്പോർട്ടൻസ് ആണ്, അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും, എന്തുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം 1.5 മണിക്കൂർ മിനിമം ഒരു ദൈവ പൈതലിനിരിക്കണം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. और आज का जो संदेश है उसमें हम चलेंगे. आज का संदेश जो मैं आपके बीच में शेयर करना
जा रहा हूँ, उसका नाम है परमेश्वर के साथ अपना व्यक्तिगत समय बिताना। क्योंकि बहुत दिन जब शुरू करते हैं आप, बहुत सारी चीज़ें होती हैं, बहुत सारे परीक्षाओं को आप फेस करते हैं, उन सबसे पहले परमेश्वर के संगति में बैठना, उन आवाज़ों से अलग हटके परमेश्वर की संगति में बैठना बहुत ही ज़रूरी है। കാരണം പല പ്രാവശ്യവും നമ്മുടെ എല്ലാ ദിവസവും ദിനചര്യകൾ വളരെ ബിസി ഉള്ളതാണ്. ചിലർ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, പിള്ളേരെ സ്കൂളിൽ അയക്കണം, ചർച്ചിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുടുംബ റെസ്പോൺസിബിലിറ്റികൾ നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ലൈഫ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസി ആയിരിക്കാം. പക്ഷേ നമ്മളെ ഉണ്ടാക്കിയ നമ്മുടെ അപ്പനായ, നമ്മുടെ ദൈവമായ, നമ്മുടെ തമ്പുരാനായ ദൈവത്തിൻ്റെ കൂടെ രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ് സമയം. കാരണം നമ്മളൊരു 6-7 മണിക്കൂർ ഉറങ്ങി എണീറ്റ് നമ്മുടെ ശരീരവും മനസ്സും ഫ്രഷ് ആയിട്ട് ഏറ്റവും നല്ല സമയം, പ്രൊഡക്റ്റീവായ സമയം. ഒരു ദിവസം എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ആ ദിവസം മുന്നിൽ വരുന്നതിന് മുമ്പേ നമുക്ക് രാവിലെ നമ്മുടെ കർത്താവായ ദൈവവുമായിട്ട് ഇരിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. സോ എല്ലാവരുടെയും ഷെഡ്യൂൾ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള സമയം കണ്ടെത്തണം. വീട്ടിലൊരു പ്രാർത്ഥന മുറി ഉണ്ടാക്കി ആ സമയത്ത് ഒരുമിച്ച് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത്. കുടുംബ പ്രാർത്ഥന വളരെ നല്ലത്. പക്ഷെ അതിനേക്കാളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ദൈവ സന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. और सुबह जैसे आप दिन शुरू करते हैं, कुछ भी करने से पहले आप परमेश्वर की उपस्थिति में बैठिए, क्योंकि आपको नहीं पता उस दिन क्या क्या होने वाला है। इसीलिए उस दिन को शुरुआत करने से पहले आप परमेश्वर की संगति में बैठिए, परमेश्वर से सामत को मांगिए, परमेश्वर के उस रिश्ते में आप आगे बढ़िए। सारे शब्दों को अलग रखते हुए, टीवी को ऑफ करते हुए, कई बार पति पत्नी मिलके परमेश्वर का आराधना करते हैं, प्रार्थना करते हैं, बच्चों के साथ प्रार्थना करते हैं, वो सब अच्छी बात है। बट उससे भी कई ज़्यादा इम्पॉर्टेंट है, महत्वपूर्ण है परमेश्वर के साथ अकेले में समय स्पेंड करना। आप दिन को जब शुरू कर रहे हैं उससे पहले परमेश्वर के साथ बैठिए और अपने समय को परमेश्वर के साथ शुरू कीजिए। ഹല്ലേലൂയ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പാസ്റ്റർ തങ്കു, ബ്രദർ തങ്കു, ഡോക്ടർ മാത്യു കുരുവിള ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞും അതിനു മുമ്പും കുറച്ച് ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, എൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും രാവിലെയോ വൈകുന്നേരമോ ഡെയിലി കർത്താവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലീഡർമാർക്കും. അത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പോൾ പലയിടത്തും പോകും. പക്ഷെ നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്താൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫുൾ അറ്റൻഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് എഴുതാൻ പറ്റത്തില്ല. സോ അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബൈബിൾ വേഴ്സോ സ്ക്രിപ്ചറോ എടുത്ത് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചിന്തകൾ, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതണം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്ന ലീഡർമാരെ കാണുന്ന സമയത്ത് ഞാൻ അവരുടെ ബുക്ക് മേടിച്ച് നോക്കും, ജേർണൽ മേടിച്ച് നോക്കും, ഡയറി മേടിച്ച് നോക്കും. ആരെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അന്നത്തെ ദിവസം അതിന് ക്ലാസ് കൊടുക്കും, അവരെ കേൾപ്പിക്കും. എൻ്റെ ടീം, എനിക്കിത് വളരെ ഒരു നല്ല കൺസെപ്റ്റായിട്ട് തോന്നി. ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എഴുതും. അതെൻ്റെ ഒരു നേച്ചറാണ്. ഞാൻ ബൈബിൾ വേഴ്സ് നോട്ട് ചെയ്യും. സെർമൺസിന് പുതിയ എന്തെങ്കിലും ഐഡിയ കർത്താവ് തരുന്ന സമയത്ത് കർത്താവിൻ്റെ ദൈവമക്കളോട് പറയാനുള്ള ഞാനതെല്ലാം നോട്ട് ചെയ്യും. സോ അങ്ങേയും കുടുംബവും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ബുക്ക് വെക്കുക. ഒരു ബുക്ക് വെച്ച് റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിൽ അവിടെ ഇവിടെ എഴുതി, അല്ലെങ്കിൽ ബൈബിളിൻ്റെ പുറകിൽ എഴുതി വിടുന്നതല്ല. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ് ടൈം വിത്ത് ദ ലോർഡ്, അതിനുവേണ്ടി ബുക്കുകൾ വെക്കുക, എഴുതുക. അതൊരു അനുഗ്രഹം നിറഞ്ഞ സമയമായിരിക്കും. ഒത്തിരി തോട്ടുകളും ദൈവം തമ്പുരാൻ അങ്ങയോട് പറയാൻ താല്പര്യപ്പെടുന്നതും, കുടുംബത്തോട് പറയാൻ താല്പര്യപ്പെടുന്നതും, അങ്ങയുടെ വ്യവസായത്തിനോട് പറയാൻ താല്പര്യപ്പെടുന്നതും, പുതിയ കാര്യങ്ങൾ എന്തൊക്കെ വ്യവസായത്തിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ജോലിയിൽ ചെയ്യണം, കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യണം, അതെല്ലാം കർത്താവ് ആ സമയത്ത് പറയും. എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾ ലൈഫിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടോ, അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ ആ സമയത്ത് പറയും. ചിലപ്പോൾ പറയും, പോയി ഇന്ന ആളോട് ഒരു സോറി പറയുക, ഇന്ന ആൾക്ക് ഇത് മേടിച്ചു കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അതെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന സമയത്താണ് ദൈവം നമ്മളോട് ഇതൊക്കെ സംസാരിക്കുന്നത്. और पिछले कुछ दिनों पहले मैं अपोस्टल मैथ्यू कुरुविला से मिल रहा था, जिनको हम तंगू ब्रदर्स के नाम से भी जानते हैं. उनसे एक मीटिंग के लिए आए थे दिल्ली में. सो मीटिंग शुरुआत होने से पहले हम लोग उनसे मिले और मैंने उनसे बहुत सारी चीज़ें पूछी. तो उन्होंने एक चीज़ मेरे को बताया कि परमेश्वर के साथ अकेले में समय बिताना बहुत ही ज़रूरी है. और उन्होंने ये भी बोला कि मैं ही नहीं, बट मेरे जो अगुए हैं, मेरे साथ जो लीडर्स हैं, अगुए हैं, उनको भी परमेश्वर के साथ अकेले में समय बिताना बहुत ही ज़रूरी होता है. और मैंने उनको बोला है कि आप जो डेली परमेश्वर के साथ संगति में बैठते हो, उसको आप लिखेंगे कि परमेश्वर, आपने कौन सा वचन पढ़ा, उस वचन में से परमेश्वर ने आपसे क्या बात की. क्योंकि कई बार क्या होता है, जब हम पढ़ते जाते हैं हमें चीज़ें याद नहीं रहती, बट जब हम पढ़ के उसको लिखते हैं, परमेश्वर हमसे बात करना शुरू करता है. उसी एक अध्याय, उसी एक वर्स को लेके परमेश्वर हमसे बात करता है. और उन्होंने बोला कि मेरे अगुए भी हैं, वो जर्नल को मेंटेन करते हैं, और जब मैं अकेले में उनसे मीटिंग करता
करता हूँ, कभी मैं बैठता हूँ, मैं उनको बोलता हूँ आप अपना जर्नल दिखाइए, क्योंकि मैं देखना चाहता हूँ कि आपने क्या पढ़ा, परमेश्वर ने आपसे क्या बात की। और अक्सर क्या है, लोग बोलते हैं अरे हमने नहीं किया, हम भूल गए। तो उन्होंने बोला कि मैं अपनी टीम को भी डांटता हूँ कि क्यों, परमेश्वर के साथ अकेले समय बिताना आप लोगों को बहुत ही ज़रूरी है। हमें परमेश्वर के साथ अकेले में समय बिताना बहुत ही ज़रूरी है। परमेश्वर हमसे बात करेगा, जैसे पास्टर ने बताया कि वो भी जब अपने अकेले में प्रार्थना में बैठते हैं, उनके पास भी एक अपना नोटबुक है। कई बार लोग क्या करते हैं कि आप एक पेपर ले लेते हैं, कहीं इधर कहीं उधर लिख लेते हैं, या बाइबल के पीछे लिख लेते हैं। अच्छी बात है, बट वो पेपर और वो जो बाइबल के पीछे आपने लिखा है वो घूम जाएगा। आप एक नोटबुक रखिए, और परमेश्वर आपसे जब बात करता है, डेली आप जो बाइबल पढ़ते हैं आप उसको लिखिए। आप देखेंगे परमेश्वर अलग रीति से आपको नई प्रकाशन देगा, नई रीति से परमेश्वर आपसे बात करेगा। और जैसे पास्टर भी जब बैठते हैं और लिखते हैं परमेश्वर ने उनसे क्या बात की, संदेश, न्यू संदेश देते हैं, नए मैसेजेस देते हैं, नए आइडियाज देते हैं, वो सब उस किताब में लिखते हैं। हालेलूया। पौन कितने मिनट हो गए बेटा? 16 മിനിറ്റ്. ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ പ്രസൻസിൽ ഇരുന്ന സമയത്ത് ദൈവം ഒരു കാര്യം, എനിക്കറിയാം പല ചർച്ചകളും ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനും സ്ക്രിപ്റ്റേഴ്സും ബൈബിൾ വേഴ്സും അല്ല. കർത്താവ് എന്നോട് പറഞ്ഞ കുറച്ച് ഹീലിംഗ് വേഴ്സസ് സ്ക്രിപ്റ്റേഴ്സ്. ആളുകൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പലപ്പോഴും. സോ അവർക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ, വചനത്തിനെ ഘോഷിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബൈബിൾ വേഴ്സുകളുണ്ട്. 1 മണിക്കൂർ ഒന്ന് നീ റെക്കോർഡ് ചെയ്യണം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. സോ ഞാനും എൻ്റെ വൈഫും ഇത് കഴിഞ്ഞ് ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. സോ അത് ഒരു മെഡിറ്റേഷൻ, ഒരു സൂത്തിങ് ടൈം ആയിരിക്കും, ഒരു ലൈറ്റ്, ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഞങ്ങൾ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പോകണം. ദൈവം എനിക്ക് ഇന്ന് രാവിലെ തന്ന ഒരു ഐഡിയ ആണ്. ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തു, ചില വേഴ്സുകൾ നോട്ട് ചെയ്തു. സോ ഞാൻ കർത്താവിൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വർക്കുകൾ ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്കും പല ഐഡിയകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി ദൈവം ആ ഇരിക്കുന്ന സമയത്ത് തരും. और आज सुबह जब मैं प्रार्थना में बैठा था कि परमेश्वर ने मुझसे बहुत सारी चीज़ें बात की, वचन को परमेश्वर ने मेरे को बोला कि तेरे को कलीसिया को और लोगों को सोशल मीडिया के माध्यम के द्वारा, क्योंकि लोग अकेले में परमेश्वर के साथ बैठना चाहते हैं, पर उनको पता नहीं है कि कैसे समय को बिताना है, कौन से बाइबल वर्स को लेके वो घोषणाओं को कर सकते हैं। सो परमेश्वर ने मुझे बोला कि तू कलीसियाओं को सिखा अकेले में बैठ के प्रार्थना कैसे करना है, वो बाइबल वर्सेस को सिखाना, बताना। और इस संदेश के बाद जैसे हम रिकॉर्ड कर रहे हैं, हम उस अगले संदेश को रिकॉर्ड करेंगे और उसमें बाइबल वर्सेस होगा। हम समझाएंगे लोगों को कि कैसे उनको अकेले में परमेश्वर के साथ संगति में बैठना है। ആമേൻ. യോശുവ 1:8 എഴുതിയിരിക്കുന്നത്, ഈ ന്യായപ്രമാണത്തിലുള്ള പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോരത്ത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കണം. നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. यहोशू 1:8, व्यवस्था की यह पुस्तक तेरे चित्त से कभी ना उतरने पाए, इसी में दिन रात ध्यान दिए रहना, इसीलिए कि जो कुछ उसमें लिखा है उसके अनुसार करने की तू चौकसी करे, क्योंकि ऐसा ही करने से तेरे सब काम सफल होंगे और तू प्रभावशाली होगा. കർത്താവ് പറഞ്ഞിരിക്കുന്ന രാവും പകലും നീ ധ്യാനിക്കണം. ധ്യാനം എന്നുള്ള മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹീബ്രുവിൽ മെഡിറ്റേഷൻ്റെ അർത്ഥം പോണ്ടർ, ഡിക്ലെയർ. കർത്താവിൻ്റെ യഹൂദന്മാരെ ലോകത്തിലുള്ള എല്ലാവരും റിച്ച് ആയിരിക്കുന്നതിൻ്റെ പുറകിൽ അവരിത് വായിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യൻസ് പലരും റിച്ച് ബ്ലെസ്ഡ് ആളുകളാണ്, അവരിതെല്ലാം വായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നവരെല്ലാം സക്സസ്ഫുൾ ആയിരിക്കും. और यहाँ वचन में लिखा है कि परमेश्वर का जो वचन है, जो व्यवस्था है, उसको रात और दिन उसके ऊपर ध्यान दिए रहना. जब हम इस वचन को हिब्रानियों में जो ये वर्ड है उसको पॉन्डर कहा गया है, इसका मतलब उसी के ऊपर मनन करना, ध्यान करना. आप देखेंगे जो यहूदियों को आप उठाएंगे, यहूदियाँ हमेशा इस वचन को, व्यवस्था की वचन को वो मनन करते रहते, वो पढ़ते रहते, वो सुनते रहते हैं. और इसीलिए यहूदी लोग जो है बहुत ही सक्सेसफुल है, प्रॉस्परस है, अमीर है. और आप देखेंगे जो मसीहत में भी जो अमीर है, जो रिच है, प्रॉस्परस है, उन्होंने भी अपने जीवन में एक नियम बना रखा है. वो परमेश्वर के वचन में बहुत ही ज़्यादा जोर लगाते हैं, ध्यान देते हैं. इसीलिए मसीहत में हमें ये ध्यान रहना है कि अगर हमें भी प्रॉस्परस होना है, हमें अमीरी में जाना है, हमें भी सक्सेसफुल होना है, आशीषित रहना है, हम परमेश्वर के इस वचन के ऊपर ध्यान लगाए, मनन करें. 7 കാര്യങ്ങൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ മെസ്സേജിൽ കൂടെ. നിങ്ങൾ കർത്താവിൻ്റെ പ്രസൻസ് ഇരിക്കുന്ന സമയത്ത് 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ തുടങ്ങും. और आज इस संदेश में मैं आपको 7 चीजें बताऊंगा जो आप करेंगे और परमेश्वर आपके जीवन में क्या करेगा. ഒന്ന്, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പാണ് ദൈവമായിട്ടുള്ള ബന്ധം. നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ
അയാൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയതിൻ്റെ പുറകിലുള്ള കാരണം നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ ടൈംസ് കോളേജിലോ സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ നല്ല കാര്യമായി ആലോചിക്കുക. നിങ്ങൾ ദൈവമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. और पहला चीज जो है, जब परमेश्वर के साथ हम समय को बिताते हैं, हमारा और परमेश्वर के साथ जो संगति है, जो रिश्ता है, वो और मजबूती में जाता है. आपने देखा होगा, आप अगर कॉलेज में हैं या ऑफिस में, जिसके साथ आप सबसे ज़्यादा समय बिताते हैं उसके साथ ही आपका रिश्ता जो है बहुत ही ज़्यादा स्ट्रांग होता है. उसी प्रकार जब परमेश्वर के साथ हम समय को बिताते हैं, हमारा और परमेश्वर के साथ जो रिश्ता है वो और मजबूत होता है. ഹല്ലേലൂയ. രണ്ടാമത്, നിങ്ങൾക്ക് ആ റിലേഷൻ ഒത്തിരി ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒന്നും മനസ്സിലാകുക, യേശു തമ്പുരാനായ കർത്താവ് ഒന്ന് വിളിച്ച കുറച്ച് റൊട്ടി 5 അപ്പവും കുറച്ച് മീനും കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് 15,000 പേരെ കഴിപ്പിക്കുന്ന ദൈവമാണ്. പീറ്റർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, എനിക്ക് ടാക്സ് അടയ്ക്കാൻ പൈസയില്ല. പറഞ്ഞാൽ അപ്പോൾ ഒരു മീൻ പിടിച്ചു, അതിന്റെ വായിൽ നിന്ന് സ്വർണം കിട്ടും, വെള്ളം കൊണ്ട് വൈനാക്കും. പുള്ളി മാജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം എന്താ പറയുന്നത്, കൈ ഞൊടിച്ചാലും മാജിക്ക് നടക്കുന്ന ദൈവമാണെന്ന് വിചാരിച്ചു. അയാളുടെ കൂടെ ആ ദൈവത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടൈം സ്പെൻഡ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയോ. വിചാരിച്ചോ, ഒരു ദിവസം ഒരാൾക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ദേശത്തിന്റെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് കൂടി ഇരിക്കാൻ കിട്ടിയ അവസരം, അയാൾക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടും, ഒത്തിരി പ്രയോറിറ്റി, അയാൾ ഒരു VIP ആയി മാറും. നിങ്ങളും ആ പ്രസൻസ് ഇരിക്കുന്ന സമയത്ത് ഒരു VIP ആയി മാറുകയാണ് ചെയ്യുന്നത്. और जब आप परमेश्वर के साथ समय को बिताते हैं, वो समय जो है आपके लाइफ में बहुत सारे बेनिफिट्स को लेके आता है. जैसे जब पतरस ने यीशु के साथ समय को बिता रहा था, पतरस से बोला कि परमेश्वर, मेरे पास तो टैक्स भरने के लिए पैसा नहीं है. परमेश्वर बोला, जा तू उस मछली को जाल बिछाना, मछली आएगा, मछली के मुंह में सोना होगा. जब लोगों के पास यीशु मसीह जब खाना खिलाने चाहते थे, लोगों के पास खाना नहीं था, कुछ रोटी और मछलियों को उठा के परमेश्वर ने हजारों लोगों को खाना खिलाया. सो जब परमेश्वर के साथ हम संगति में बिताते हैं, जैसे हम बोलते हैं चुटकियों में परमेश्वर काम कर सकता है, मैजिक कर सकता है, वैसे ही हम जब परमेश्वर के साथ संगति बिठाते हैं, परमेश्वर हमें आइडियाज देता है, स्ट्रैटेजीज देता है, जो हमारे लाइफ को, हमारे सिचुएशंस को चेंज कर सकता है. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇരുന്ന സമയത്ത് എൻ്റെ ലൈഫ് എനിക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈബിൾ വേഴ്സ്, എൻ്റെ റോമറുടെ പഠനം നടക്കുകയായിരുന്നു. അതിൽ റോമർ അധ്യായത്തിൻ്റെ 10, 12, 13, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12, അതിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഞാൻ പഠിക്കാം. ഫോർ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജൂ ആൻഡ് ഗ്രീക്ക്, ഫോർ ദ സെയിം ലോർഡ് ഈസ് ലോർഡ് ഓഫ് ഓൾ, ബിസ്റ്റോയിങ് ഹിസ് റിച്ചസ് ഓൺ ഓൾ ഹു കോൾ ഓൺ ഹിം. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷന് കുറച്ച് തെറ്റുണ്ട്. യഹൂദൻ എന്നും യവനൻ എന്നും ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവിടെ വരെ ശരിയാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അങ്ങനല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേളിൽ സമ്പത്ത്, റിച്ചസ് ഷവർ ചെയ്യുന്നു. ഞാൻ പോയി റിച്ചസിന്റെ റൂട്ട് വേർഡ് നോക്കി. അതിൽ റൂട്ട് വേർഡിൽ എഴുതിയേക്കുന്ന ഗുഡ് തിങ്സ്, അബണ്ടൻസ്, പ്രോസ്പറസ് എന്ന് വെച്ചാൽ കർത്താവ് വിളിച്ചപേക്ഷിക്കുന്നതിൽ എല്ലാവർക്കും പൈസ കൊടുക്കുമെന്നാണ് എഴുതിയേക്കുന്നത്. സ്വർണം കൊടുക്കുന്നു, ലാൻഡ് കൊടുക്കുന്നു, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ബൈബിൾ എഴുതിയിരിക്കുന്നു. മലയാളം മാത്രം വായിക്കുവാൻ അറിയാവുന്ന, മലയാളം മാത്രം അറിയുന്നവർ ചിലപ്പോൾ ഇതിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. എല്ലാവരെയും അവൻ സമ്പന്നനാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ റൂട്ട് എഴുതിയിരിക്കുന്ന അവൻ സമ്പന്നന്തോ ആണ്, പക്ഷേ എനിവൺ ഹു കോൾ ഓൺ ഹിം, അവനെ വിളിക്കുന്നവർക്കെല്ലാം സമ്പത്തി കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഞാനത് ആലോചിച്ച്, എൻ്റെ ദൈവമേ, ഇതിൻ്റെ അർത്ഥം പുതിയ നിയമത്തിലും കർത്താവ് എഴുതി വെക്കുന്നത് വിളിക്കുന്നവരെല്ലാം, അതുകൊണ്ടാണ് ദൈവത്തിനെ വിളിച്ച് നടക്കുന്നവരെല്ലാം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം സമ്പത്തും അനുഗ്രഹങ്ങളും കൊണ്ട് വലുതാകുന്നത്. കാരണം വിളിക്കുന്നവർക്കെല്ലാം സമ്പത്ത് കൊടുക്കുമെന്ന് നല്ല ശുദ്ധമായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കും അവിടെ. ഞാനത് എൻ്റെ റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന റൂമിൽ ഞാൻ ആ ബൈബിൾ വേഴ്സ് ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് മനസ്സിലായ സമയത്ത് എനിക്ക് മനസ്സിലായി, ദൈവമേ, നിന്നെ വിളിക്കുന്നവർക്ക് എനിക്ക് ആ ഒരു റെവലേഷൻ കിട്ടിയപ്പോഴാണ്. ഗൂഗിളിൽ നിന്ന് കിട്ടിയല്ല, യൂട്യൂബ് കേട്ട് കിട്ടിയതല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട് ഏതെങ്കിലും പ്രീച്ചിങ് കേട്ടപ്പോൾ കിട്ടിയല്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു മനസ്സിലായി, എനിബഡി ഹു കോൾസ് ഓൺ മീ ഹി വിൽ ബിക്കം റിച്ച്. और एक दिन जब मैं प्रार्थना में परमेश्वर के साथ बैठा था, परमेश्वर ने एक वचन मेरे को दिया. मैंने मेरे रोमियो के अध्याय से मनन चल रहा था, और रोमियो की किताब मैंने बहुत बार पढ़ा अपने जीवन में. बट उस दिन जब मैं परमेश्वर की संगति में था, मैं रोमियो की पुस्तक पढ़ रहा था, एक वचन से परमेश्वर ने मुझसे बात किया जो रोमियो 10:12 में लिखा है, 11 और 12, क्योंकि पवित्र शास्त्र यह कहता है, जो कोई उस पर विश्वास करेगा वह लज्जित ना होगा. यहूदियों और यूनानियों में कुछ भेद नहीं, इसीलिए कि वह सबका प्रभु है और अपने सब नाम लेने वालों के लिए उद्धार करेगा. बट जब आप अंग्रेजी पढ़ते हैं, अंग्रेजी में ये लिखा है कि जो भी परमेश्वर का नाम लेगा, परमेश्वर उसके धन दौलत संपत्तियों से वो आशीषित देगा. मलयालम में भी ट्रांसलेशन उसका गलत है, अलग है, बट इंग्लिश में लिखा है, he will bestow his riches upon those who call upon him. इसका मतलब जो कोई परमेश्वर को बुलाएगा, परमेश्वर उससे आशीष देगा, बरकत देगा, सोना देगा, गहना देगा, घर देगा, दौलत देगा, बहुत कुछ देगा जो परमेश्वर को बुलाएगा.
और जब मैंने ये पढ़ा मेरी आंखें खुल गई. ये नया प्रकाशन परमेश्वर ने मेरे को दिया है. ഇനി ഒത്തിരി ഷെയർ ചെയ്യാനുണ്ട്, പക്ഷേ ആ സമയങ്ങൾ കുറവാണ്. ചർച്ചിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടെ ഉള്ളത് കാണുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായി മാറട്ടെ. ബ്ലെസ്സിങ്സ് ഓൺ യു. Praise the Lord. Hallelujah. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതം അനുഗ്രഹമുള്ള നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് അങ്ങയും കുടുംബവും നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങള് ചർച്ച് അങ്ങയും ഞാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. വളരെ കാലം കൊണ്ട് ചർച്ചിന് ഇവിടെ സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 13 17 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1,80,00,000 സ്ഥലം. രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒരു 2 കോടി രൂപയ്ക്ക് അടുത്താവും. അങ്ങും കുടുംബം ഇതുവരെ തന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവും കുടുംബവും അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ എന്നും അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നും. ഞങ്ങൾ ഇന്ന് ആഴ്ചയിൽ നമ്മൾ അടുത്ത ആഴ്ച ഒരു 30 ലക്ഷം രൂപ കൂടെ കൊടുക്കണം അവർക്ക്. ഒരു 10 രൂപയ്ക്ക് അടുത്തായി, 20 രൂപയും കൂടെ എടുത്തുണ്ട്, 11 ലക്ഷം രൂപ അടുത്ത്. ബാക്കി ഒരു 19 ലക്ഷം രൂപ കൂടെ അടുത്ത ആഴ്ചകളിൽ കൊടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അങ്ങേയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. ഞങ്ങൾക്ക് പിന്നെ അത് ഫൈനൽ പേയ്മെന്റ് അടുത്താണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വരും, ഇവിടെ പ്രാർത്ഥിക്കും. ഇതുവരെ തന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. സോ ഇന്നും പ്രാർത്ഥിക്കുന്ന അങ്ങേക്കും കുടുംബത്തിനും വേണ്ടി അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷേകങ്ങളും വരട്ടെ. സോ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ ഒരു ദൈവഭവനം വരട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ ഒത്തിരി മരങ്ങളുള്ള ഗ്രീനറി ഉള്ള ഒരു സ്ഥലമാണല്ലോ. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവെ ഈ കാര്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ജീവിതവും നല്ല ഹരിതാഭമായി മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ സുന്ദരമാക്കി മാറണേ. കുടുംബങ്ങളെ, ബിസിനസ്സിനെ, വ്യവസായങ്ങളെ എല്ലാം അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അങ്ങേക്കും കുടുംബത്തിനും മേളിൽ പറയുന്നു. അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെ ഓർക്കണം, പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയ ഒരു സ്ഥലം വരാൻ വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് കർത്താവ് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് സഹായങ്ങൾ അയച്ചു തന്ന് നമ്മളെല്ലാവരും കൂടെ ചെന്ന് നിന്ന് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് വഴികളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. താങ്ക് യു സോ മച്ച്.